ഭാരതീയർ മഹത്വത്തെ അംഗീകരിക്കുന്നവരും വില കൽപ്പിക്കുന്നവരുമാണ്. അത് ഒരു നല്ല ഒരു രീതി തന്നെയാണ്, നല്ല ഒരു ഒരു വിശിഷ്ടമായൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിലൂടെ പല അബദ്ധങ്ങളിലും അവർ ചെന്ന് ചാടിയിട്ടുമുണ്ട്. അതല്പം സൂക്ഷ്മക്കുറവിൻ്റെ ഒരു കുഴപ്പമാണ്. യൂറോപ്യൻസ് പൊതുവേ നല്ല തൻ്റേടമുള്ളവരും അന്വേഷണ കുതികളുമാണ്. അവർക്കെപ്പോഴും അന്വേഷണമാണ്. പുതിയ 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 മേഖലകളിലേക്ക് ചെന്നെത്താൻ കണ്ടെത്താനുള്ള ഒരു അമിതമായ ആവേശം ഓരോ വ്യക്തിയിലുമുണ്ട് യൂറോപ്പിൽ. അതാണ് അവരിത്ര വികസിച്ച് നിൽക്കുന്നത്. അത്ര ഫലപുഷ്ടിയൊന്നുള്ള മണ്ണല്ലെങ്കിലും അവർ കൃഷി കുറച്ച് എങ്കിലും ചെയ്യുന്നുണ്ട്. അവരുടെ ആ ടെക്നോളജിയാണ് അവരിത്ര സമ്പന്നമാക്കിയത്. അന്വേഷണ കൗതുകം, എന്ത് ത്യാഗം സഹിക്കാനുള്ളൊരു മനസ്സ്, അതിനെ വിലമതിക്കേണ്ടത്, അതിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യണം, അനുകരിക്കുക തന്നെ ചെയ്യണം. അവർക്ക് എണ്ണമില്ലാത്ത വലിയ മേന്മകളുള്ളവരാണ് യൂറോപ്യൻസ്. ലോകത്തിൽ ഇന്നേ വരെ നമ്മൾ മനസ്സിലാക്കിയതിൽ ഇത്രയും വികസിച്ച ഒരു പ്രദേശവുമില്ല. ആ യൂറോപ്യൻസ് അമേരിക്കയിൽ എത്തിയതുകൊണ്ടാണ് അമേരിക്കയും വികസിച്ചത്. മറ്റെവിടുന്നെങ്കിലും അവിടെ അമേരിക്കയിലാണ് മറ്റാരെങ്കിലും കയറി പറ്റിയിരുന്നുവെങ്കിൽ ഇന്നും അധപ്പതിച്ച് കിടക്കുകയുള്ളായിരുന്നു. എന്നാൽ യൂറോപ്യൻസ് ഇത്ര കൊള്ളാവുന്ന ആൾക്കാർ തന്നെയാണ് അവിടെ കയറിപ്പറ്റിയത്. അവർ മതം കലശലായ മതവിശ്വാസികളായിരുന്നു അവർ. അത് ഒരു കാലത്ത് അവർ കൊണ്ടു നടന്നു. അപ്പോൾ അവർ ലോകത്തിലൊക്കെ പ്രചരിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ ഇതിൽ അർത്ഥശൂന്യത അവർക്ക് മനസ്സിലായപ്പോൾ അവരങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പോൾ 60% പേരും യൂറോപ്പിൽ അവിശ്വാസികളാണ്. അവർക്ക് മതം വേണ്ട. അവിടുത്തെ പള്ളികളൊക്കെ വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. സന്തോഷ് കുളങ്ങര പറയാറില്ലേ, മറ്റു പലരും പറയുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ട, അർത്ഥമില്ലാത്തൊരു ഏർപ്പാടത്. പ്രയോജനം മനസ്സിലില്ലാത്ത അന്ധമായൊരു വിശ്വാസമാണ് ഈ മതം എന്ന് പറയുന്നത്. മനുഷ്യനെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവരുപേക്ഷിച്ചു. അന്വേഷണ കുതുകവും അല്പം സാഹസിക മനസ്സും ഉള്ളതുകൊണ്ടാണ് സാധിച്ചത്. എന്നും ഒന്ന് കൈ കിട്ടിയാൽ അതുമാത്രം കൊണ്ടു നടന്നാൽ മതി. കൊച്ചു കുട്ടിയായിരിക്കും, ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത് അവനെ കൗമാരത്തിൽ അത് കൊണ്ട് നടക്കുമോ? അവൻ യൗവനത്തിലെത്തിയാൽ തൊടുക പോലുമില്ല, അത് ദൂരെ അറിയും, അവിടെ തന്നെ കാണുകയില്ല. ഓരോ പ്രായമുണ്ട്, മനുഷ്യ പുരോഗതിക്ക് പ്രായമുണ്ട്. ആ പ്രായത്തിനനുസരിച്ചൊക്കെ ഉള്ളത് വേണം. നമുക്ക് ആവശ്യമില്ലാത്ത കൊണ്ടു നടക്കല്ലേ. നേരത്തെ കൊച്ചു കുട്ടിയായിരിക്കുമ്പം അവന് വലിയ കാര്യമാണ്. പ്രായമാകുമ്പോൾ അത് വേണ്ട, അതിഷ്ടമല്ല, പ്രയോജനമില്ല, അവൻ വലിച്ച് ദൂരെ കളയും. അതാണ് ഈ യൂറോപ്പ് മതങ്ങൾ വലിച്ചെറിയാൻ കാരണമായത്. അതേ മതം ഇവിടെ വിറ്റ് കാശാക്കുന്നു. ചില അല്പന കക്ഷികൾ അത് ഇവിടെ കൊണ്ട് യൂറോപ്പിൻ്റെ ഒപ്പം വികസിച്ചില്ല എന്നുള്ളൊരു സന്ദേശം കൂടെ അതിൽ നമുക്ക് തരുന്നുണ്ട്. യൂറോപ്പ് വികസിച്ചപ്പം മതം ഉപേക്ഷിച്ചു. അമേരിക്ക വികസിച്ചപ്പോൾ അവർ 40% മതം ഉപേക്ഷിച്ചു. ഇന്ത്യക്കാരന് അതിനുള്ള ത്രാണിയില്ല, അവൻ അത്രയും വികസിച്ചിട്ടില്ല എന്നവർ വിളിച്ചു പറയുകയാണ് ഈ മതം ഇവിടെ പ്രചരിപ്പിക്കാൻ കാരണം. ഇന്ത്യക്കാരൻ അത്രയും ആയിട്ടില്ല. ഇന്ത്യക്കാരൻ വളരെ ബാല്യാവസ്ഥയിൽ അവൻ്റെ വികസനം വളരെ മോശമാണ് എന്നൊരു സന്ദേശം തരുന്നുണ്ട് നമുക്ക്. വിളിച്ചു പറയുന്നത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അതാണ് ഇവിടെ ഈ മതം ചിലവാക്കാൻ ശ്രമിക്കുന്നത്. അവരുപേക്ഷിച്ച് ഇവിടെ വേണോ? അവരെക്കാൾ താഴെയാണോ? അത്രയും ബുദ്ധിയില്ലേ നമുക്ക്? അത്രയും വികസനം വന്നിട്ടില്ലേ? ഇതുവരെ അങ്ങനെ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ടോ അതാണോ സ്ഥിതി? കഴിഞ്ഞ 10 കൊല്ലമായിട്ടും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുക. ഇനി മതത്തെ കെട്ടിപ്പിടിച്ച് കിടക്കണോ? മതം മഹാവികൃതനമാണ്. മനുഷ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ്. യൂറോപ്പ് കണ്ടുപിടിച്ചു, അമേരിക്കയും കണ്ടുപിടിച്ചു. അവരുപേക്ഷിച്ചു ഇവിടെ കൊണ്ട് ചിലവാക്കുക. ഇവിടെ അത്രയും വികസിച്ചിട്ടില്ല എന്നുള്ളൊരു സന്ദേശം കൂടെ അവർ തരുന്നു. അതാണ് ഇവിടെ മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ മതം ചിലവാകുമോ? ആഫ്രിക്കയിലും ഇപ്പം കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അവികസിത പ്രദേശങ്ങളിലേ മതം ചിലവാകുള്ളൂ. ഇവിടെ വികസിക്കാത്ത ജനമാണ് നിലനിൽക്കുന്നതെന്ന് അവർ വിളിച്ചു പറയുന്നു. ശരിയല്ലേ? അവർ പറയുന്നതിലും കാര്യമുണ്ട്. വനവാസികളുടെ ഇടയ്ക്കല്ലേ കൂടുതൽ ഇത് ചിലവാക്കുന്നത്? പാവങ്ങളുടെ ഇടയ്ക്കല്ലേ ഇത് ചിലവാക്കുന്നത്? കുറച്ച് വികസിച്ച, കുറച്ച് വിദ്യാഭ്യാസമുള്ള, കുറച്ച് ബുദ്ധിയുള്ള
ജീവിക്കാൻ ചുറ്റുമുള്ള ആരെങ്കിലും ഈ മതം പറഞ്ഞ് നടക്കുന്നുണ്ടോ? പാവങ്ങളും ബുദ്ധിയില്ലാത്തവരും മണ്ടന്മാരുമായ ജനത്തിൻ്റെ അടുക്കലാണ് പരവാസികൾക്ക്. അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്കൊന്നും അറിയത്തില്ല ലോകത്തെക്കുറിച്ച്. അവരുടെ ഇടയ്ക്ക് ഇത് ചിലവാക്കാൻ എളുപ്പമാണ്. അതെന്തിനാണ് ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യനെ ദ്രോഹിക്കുന്നത്? ലോകത്തിലെങ്ങും വേണ്ടാത്തൊരു സാധനം ഇവിടെ കൊണ്ട് ഇന്ത്യയെ കൊണ്ട് ചിലവാക്കുന്നത് എന്തിനാ? ഇന്ത്യൻ ജനത അത്ര മോശക്കാരാണ് എന്നുള്ളതൊന്നും അവരെ ബോധിപ്പിക്കുകയാണോ? ഇന്ത്യൻ ജനത തീരെ മണ്ടന്മാരാണ്, അതിൽ ഭൂരിഭാഗവും മണ്ടന്മാരാണ് എന്ന് ഇവിടെ ഒന്നുകൂടി വിളിച്ചു പറയുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത്. യൂറോപ്പ് ഉപേക്ഷിച്ചൊരു സാധനം 60% പേര് ഉപേക്ഷിച്ചു, പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. മതത്തെക്കുറിച്ച് കേൾക്കുന്നത് ഇഷ്ടമല്ല, അവരുടെ കൈവശം ഇല്ല മതഗ്രന്ഥങ്ങളൊന്നും. അമേരിക്ക 40% ഉപേക്ഷിച്ചു, 60% അവർ പോകുന്നുണ്ടെന്ന് പറയുന്നു. ആദ്യം ചെറുപ്പക്കാരില്ല, പ്രായപൂർത്തിയായത് കുറച്ച് പ്രായമുള്ളവർ മാത്രം. യൂറോപ്പിൽ വളരെ, അതായത് 80 വയസ്സിന് മുതലുള്ളവർ ജീവിച്ചിരിപ്പുണ്ടല്ലേ, അവർ മാത്രമേ പള്ളിയിൽ പോവുള്ളൂ. പള്ളിയില്ല, അതിനുള്ള കൊച്ചു വല്ല മുറിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. അവിടെ ഒരിക്കലും വേണ്ടെന്ന് വെച്ച സാധനം അവിടെ ഉപേക്ഷിക്കുന്നതല്ല ഇവിടെ ചിലവാക്കാനോ? ഇവിടുത്തെ ജനത തീരെ ശൈശവാവസ്ഥയിലാണ്, തീരെ പുരോഗതി ഇല്ലാത്തവരാണ്, വെറും കൺട്രീസാണ് എന്ന് വരുത്തുകയല്ലേ ഇത് ഈ മതം ഇവിടെ ചിലവാക്കുന്നത്? യൂറോപ്പിനെ അനുകരിക്കണം, അവരെ അനുകരിക്കേണ്ടത്. മതം ദൂരെ കളയണം, ഒരു മതവും വേണ്ട. ഹൈന്ദവ സംസ്കാരം മതമല്ല, ഇവിടെ മതം അല്ല ഹൈന്ദവ സംസ്കാരം. അത് ആവശ്യമുള്ള കൊണ്ട് നടന്നോട്ട്. ഇതേ ശരണം എന്ന് പറഞ്ഞ് തൊടുക, അത് ആഴ്ചപൂർവ്വം അത് കൃത്യമായിട്ട് അവിടെ പോവുക, ഇതൊന്നും ഇവിടെ നിർബന്ധമില്ല. കാരണം ഇതൊക്കെ വെറും ചവറാണെന്ന് അറിയാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ അറിയാം. ഇതൊക്കെ ആവശ്യമുള്ളവർ കുറേ ഉണ്ട്. ഒരാശ്വാസത്തിനും ഒരു രസത്തിനും ഒരു കൂട്ടത്തിനും ഒരു ഉത്സവം നടത്തുമ്പോഴുള്ള സന്തോഷത്തിനും ഒക്കെ ഇത് ഒക്കെ നിലനിന്ന് പോയുന്നുണ്ട്. അത് മതി. ഇവിടുത്തെ ജനതയ്ക്ക് വികസിച്ചതല്ലെന്ന് യൂറോപ്യൻസ് നമ്മളെ അമേരിക്കൻ യൂറോപ്യൻസും ഒക്കെ പറയിക്കുക. മറ്റാളെ ഇവിടുത്തുകാരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അവിടെ ഇരുന്നുണ്ട് അവർ നമ്മളെ കുറയ്ക്കുക ചെയ്യുന്നത്. അവിടെ ചിലവാകാത്തത് ഇവിടെ ചിലവാക്കണമെന്ന് പറയുന്നത് അവർ നമ്മളെ കുറയ്ക്കുക. നമ്മൾ കഴിക്കുകയില്ലാത്ത സാധനം നമ്മൾ മറ്റേ ആൾ കൊടുത്തത് എങ്ങനെയാണ്? നമ്മളൊന്നും തൊടുത്ത ഒരു സാധനമല്ല, അഴുക്ക് അശുദ്ധമാണ്, നമുക്ക് കൊള്ളുന്നതല്ല. കുറേ ചീഞ്ഞ മത്സ്യമാണെന്ന് വെച്ചു, അത് നമ്മൾ കഴിക്കുകയില്ല, അത് നമ്മൾ വേറൊരു കൊടുത്തു വിട്ടാൽ എന്താ അതിനർത്ഥം? അവരെ അപമാനിക്കല്ലേ? അവരുടെ ഗതികേട് കൊണ്ട് ഒന്നും തിന്നാനില്ലാതെ ചിലപ്പോൾ അത് വാങ്ങിച്ച് തിന്നാൻ ശ്രമിച്ചെന്ന് വരും, അത്രയേ ഉള്ളൂ. അത് ശരിയായ സംഗതിയല്ല. യൂറോപ്പിൽ വേണ്ടാത്ത നമുക്ക് ഇന്ത്യക്ക് വേണ്ട, അമേരിക്കയ്ക്ക് വേണ്ടാത്തത് നമുക്ക് ഇന്ത്യക്ക് വേണ്ട. ഇന്ത്യയിൽ ഒരൊറ്റ ആൾ പോലും സ്വീകരിക്കരുത്. നമ്മളെ കുറയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തുകാരെ കൊണ്ട് തന്നെ അവർ പൈസ കൊടുത്ത് ഇവിടെ മതം മാറ്റിക്കുക. എന്തോ മതമാണ് ഇവിടെ. ഹിന്ദുമതം അത്ര വലിയ അടിസ്ഥാനമായിട്ട് ആരും കൊണ്ട് നടക്കുന്നില്ല. ഉത്സവത്തിന് പോവും, പിരിവ് കൊടുക്കും, ഒരു കൂട്ടായ്മ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ അമ്പലത്തിൽ പോയാൽ പറ്റുമെന്ന് ആർക്കെങ്കിലും വല്ല നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ആ ലോകത്തിലാരും പറയില്ല. വേണേ പോവാം, അല്ലെങ്കിൽ പോവാതിരിക്കാം. രാമായണം വായിക്കാതിരിക്കാം. ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അതാണ് ഇപ്പം യൂറോപ്യൻസ് അനുഭവിക്കുന്നത്. നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ് എത്ര കാലങ്ങൾ കഴിഞ്ഞ് അവരാ നിലയിലെത്തിയത്. അവരാ മതം ഉപേക്ഷിച്ചത് നമ്മൾ ഒത്തിരി കാലം മുമ്പ് ഉപേക്ഷിച്ച ആ സാധനമാണ്. അമേരിക്കയിൽ അത് അടുത്ത കാലത്താണ് ഉപേക്ഷിച്ച് തുടങ്ങിയത്. അതിവേഗം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക. കംപ്ലീറ്റ് ഒഴിവാകും താമസിക്കാതെ. 21-ാം നൂറ്റാണ്ടോളം യൂറോപ്പ് അങ്ങനെ ഒരു സാധനം കാണുകയില്ല ഇവിടെ. അമേരിക്കയിൽ ഒരു 10% വല്ലതും അന്നേരവും കാണും, അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ കൊണ്ട് ചിലവാക്കുന്നത്. അവരിവിടെ ചിലവാക്കിക്കുക. നമ്മൾ അപരിഷ്കൃതരാണെന്ന് വരുത്താനുള്ള പണിയാണ്. വലിയ മതത്തിൻ്റെ പേരിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുക. അതിനുവേണ്ടി ഭയങ്കര പണം ചിലവാക്കി ഇവിടെ കൊടുത്തു, ഇവിടെ എങ്ങനെയെങ്കിലും ചിലവാക്കുക. ചീഞ്ഞ മീൻ അയലോകത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഇത്. അവനവനെ ഉപയോഗിക്കുകയില്ല, അവനവൻ്റെ അയലോകത്തേക്ക് ചീഞ്ഞ മീനെല്ലാം കൂടി കൊടുത്തു വിടുക. അത്ര അപമാനകരമായ രീതിയിൽ അത് കൈകാര്യം ചെയ്തേക്കും. നമുക്ക് അപമാനകരമാണ് അത്. നമുക്ക് ഈ മതമൊന്നും ഇത്ര രൂക്ഷമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട സാധനമല്ല. അത് വേണ്ട, നമുക്ക് കൊള്ളുന്ന സാധനമല്ലത്. മനുഷ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത്
അത് യൂറോപ്പ് കണ്ടുപിടിച്ചു. അവർക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല. ഇപ്പം പ്രശ്നമൊന്നല്ല, അവർ ഉപേക്ഷിച്ചു. അവർ ഇന്ത്യൻ കൾച്ചർ ഇഷ്ടപ്പെടുന്നവരാ. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, സ്വിറ്റ്സർലൻഡുകാരൻ. അതേ ഇവിടെ ഉണ്ട്. അതേ ഇവിടുത്തെ ഈ യോഗയിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നൊരു ചെറുപ്പക്കാരന്, സ്വിറ്റ്സർലൻഡുകാരൻ. അതേ ഇവിടെ ജീവിക്കുന്നത്. ഇവിടുത്തെ ഒരു പേരും സ്വീകരിച്ചു, സത്യജിത്ത്. അവിടുത്തെ പേര് പറയാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഉപേക്ഷിച്ച് പുള്ളി അങ്ങോട്ട് സ്വന്തമായിരിക്കുന്ന ഈ അടുത്ത കാലത്ത. അന്ന് വരെ വല്ലപ്പോഴും ഒന്ന് പോകുമായിരുന്നു അവിടെ, ആണ്ടിലൊന്ന് പോയി കാണാൻ. ഇപ്പം അങ്ങനെയില്ല, ഈ വർഷം പോയില്ല. ഇവിടെയാണ് ജീവിതം. അവർ മടുത്തത് ഇന്ത്യൻ കൾച്ചറിലുള്ള ഇതുപോലെ യോഗ പോലുള്ള ആരോഗ്യകരമായ കാര്യങ്ങളിലാണ് അവരുടെയൊക്കെ ശ്രദ്ധ. ഇത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ കാണാം. മൂകാംബിക എന്ന് പറയുന്നൊരു മഹാക്ഷേത്രമുണ്ട്, ഹൈന്ദവ ക്ഷേത്രമാണ് കർണാടക സ്റ്റേറ്റിൽ. അവിടെ ഒരു എല്ലാ ദിവസവും ഒരു 15 മതമാരോ സാഹിബന്മാരോ കാണും അവിടെ വന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. അവരവിടുത്തെ കാര്യങ്ങളിലെല്ലാം ചടങ്ങുകളിലെല്ലാം പങ്കുചേരുക. സ്ഥിരമുണ്ട് അവിടെ ആർക്കും മതമൊന്നും പ്രശ്നമില്ല. അവിടെ ആർക്കും കയറാം. ദിവസം ഒരു 50,000 പേരിൽ കുറയാതെ വരുന്ന പ്രദേശം അത്. 1,00,000 പേരൊക്കെ വരും ചില ദിവസങ്ങളിൽ. ആ സ്ഥലത്തെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുപേക്ഷിച്ച് നമുക്കൊണ്ട് ചിലവാക്കുക. നമ്മളെ വീട്ടിൽ കൊള്ളുകയില്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത ചീഞ്ഞ മത്സ്യം നമ്മൾ അയൽലോകത്ത് കൊടുത്തു വിടുന്നത് പോലെയാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ കാശ് കൊടുത്ത് അവരിങ്ങോട്ട് കൊടുത്തു വിടുന്നത്. നമ്മളെ അപമാനിക്കാനാണ്. നമുക്ക് വേണ്ട. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം.